സിനിമാ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് 1966 പുറത്തിറങ്ങിയ അനാർക്കലി എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. പ്രിൻസ് സലീമും അതായത് ജഹാംഗീർ അനാർക്കലിയും തമ്മിലുള്ള പ്രണയ ചലച്ചിത്രമാണ് അനാർക്കലി എന്ന് പറയുന്ന സിനിമ. പ്രിൻസ് സലീം എന്ന് പറയുന്നത് മഹാനായ അക്ബർ ചക്രവർത്തിയുടെ മകനാണ്. കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് നിർമ്മിച്ച ഈ ചിത്രം 1953 അനാർക്കലി എന്ന് തന്നെ പേരുള്ള ഹിന്ദി സിനിമയുടെ റീമേക്ക്. സത്യൻ, പ്രേം നസീർ, KR വിജയ, അംബിക, കൊട്ടാരക്കര തിക്കുറിശി, അടൂർ ബാസി, SP പിള്ള, ആലുമൂടൻ, ഫിലോമിന തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. രാജശ്രീ ഉണ്ട്. അനാർക്കലിയുടെ കഥ വൈക്കം ചന്ദ്രശേഖരൻ നായരുടേതാണ്. പ്രൊഡക്ഷൻ കമ്പനി എക്സൽ പ്രൊഡക്ഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷനും അവർ തന്നെയാണ്. അപ്പൊ ഈ സിനിമയുടെ കഥാസംഗ്രഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു 1-2 കാര്യങ്ങളും കൂടി പറഞ്ഞു വരേണ്ടത്. 27 ആഗസ്റ്റ് 1966 ഈ സിനിമ മലയാളത്തിൽ പുറത്തിറങ്ങിയത്. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു 1953 ഹിന്ദി ചിത്രം എന്നുള്ള പറഞ്ഞു. അപ്പൊ അതിനെ പറ്റിയിട്ടും കൂടി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു വരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ ചരിത്രപരമായ ഇതിഹാസത്തെ അടിസ്ഥാനമാക്കി നന്ദലാൽ ജസ്വന്ത്ലാൽ സംവിധാനം ചെയ്ത നാസിർ ഹുസൈൻ ഹമീദ് ഭട്ടും എഴുതിയ 1953 ഇന്ത്യൻ ചരിത്ര നാടക സിനിമയാണ് അനാർക്കലി. ഈ ഐതിഹ്യപ്രകാരം അനാർക്കലി എന്ന സാധാരണ പെൺകുട്ടിയോടുള്ള പ്രണയത്തെ തുടർന്ന് ജഹാംഗീർ തന്റെ പിതാവായ അക്ബറിനോട് കലാപം നടത്തുന്നതൊക്കെയാണ് ഈ പടത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ സിനിമ 1953 തന്നെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിലൊന്നായിട്ട് മാറി. ഇതേ സിനിമ വീണ്ടും പിന്നീട് 1960 മുഗൾ-ഇ-അസം എന്ന പേരിൽ ഈ സിനിമ പുറത്തിറങ്ങിയിരുന്നു. ഈ സിനിമ അന്ന് വരെയുള്ള എല്ലാ ഹിന്ദി സിനിമകളെക്കാളും കൂടുതൽ ചരിത്രം തിരുത്തിയ കളക്ഷനിൽ മുന്നേറ്റ സിനിമയാണ് മുഗൾ-ഇ-അസം. ഈ 1953 പുറത്തിറങ്ങിയ അനാർക്കലിയുടെ ഒരു വ്യൂവിൽ നിന്നിട്ടാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നതെങ്കിൽ 1960 പുറത്തിറങ്ങിയ മുഗൾ-ഇ-അസം എന്ന് പറഞ്ഞ സിനിമ അക്ബറിന്റെ വീക്ഷണകോണിൽ കൂടിയാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സിനിമയുടെ ചെറിയൊരു കഥാസംഗ്രഹത്തിലേക്ക് വരാം. അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അതായത് ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ഐക്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് അക്ബറിന്റെ ഭരണകാലം എന്നാണ് ഈ സിനിമയിൽ പറയുന്നത്. അക്ബറിന്റെ വേഷം ഇട്ടിരിക്കുന്നത് നമ്മുടെ സത്യനാണ്. വളരെ കാഴ്ചയിൽ തന്നെ വളരെ ആ ഒരു പക്വതയും നല്ല രീതിയിലുള്ള ഒരു അഭിനയ മുഹൂർത്തങ്ങളും ഒക്കെ ഈ സത്യൻ ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ട് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ചക്രവർത്തിയുടെ ആ ആജ്ഞയ്ക്കൊക്കെ ഒരു ഘനഗാംഭീര്യം ഉണ്ടായിരുന്നു നമ്മുടെ സത്യൻ സാറ് ഈ പടത്തില് ചെയ്ത. സത്യന്റെ മകനായിട്ട് സലീം, അതല്ലെങ്കിൽ ജഹാംഗീർ, സലീം എന്നാണ് നമ്മുടെ സിനിമയിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പോ ഈ സലീമായിട്ട് വരുന്നത് പ്രേം നസീറാണ്. നാദിറ എന്നാണ് അനാർക്കലിയുടെ ആദ്യത്തെ പേര്. ഈ നാദിരയായിട്ട് വരുന്നത് KR വിജയ. ജോധയായിട്ട് വരുന്നത്, അതായത് അക്ബറിന്റെ ഭാര്യയായിട്ട് വരുന്നത് അംബിക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കെ അക്ബറിന്റെ സദസ്സിൽ പെട്ടെന്നൊരു വിവരം ലഭിക്കുകയാണ്, അഫ്ഗാനും അക്ബറിന്റെ സാമ്രാജ്യത്തിനെ ആക്രമിക്കാൻ വരുന്നുവെന്ന്. അതിനെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് അക്ബർ രജപുത്രരെയും ഹിന്ദുക്കളെയുമാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ അക്ബർ പറയുന്നുണ്ട് എല്ലാവരും തുല്യരായിരിക്കണം എന്നുള്ളൊരു രീതിയിലാണ് തന്റെ ഭരണകാലം പറയുന്നു. അപ്പോ അക്ബർ തിരിച്ച് പട നയിക്കാൻ തന്റെ സേനാനായകനായിട്ടുള്ള മാൻ സിംഹിനോട് പറയും. അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായരാണ്. അദ്ദേഹം ആ കഥാപാത്രത്തിനെ മികച്ചതാക്കി മാറ്റിയിട്ടുണ്ട് സിനിമയിൽ. അദ്ദേഹത്തിന്റെ ആ ഒരു ഘനഗാംഭീര്യമായിട്ടുള്ള ശബ്ദവും ഒക്കെ ആ ഒരു സേനാനായകനായിട്ടുള്ള ആ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അത് പടം നയിക്കാൻ തീരുമാനിക്കപ്പെടുന്നു. അപ്പോ പടയാളികളെയൊക്കെ വിളിക്കാൻ പോകുന്ന ചില രംഗങ്ങൾ, അപ്പൊ ആ രംഗങ്ങളൊക്കെ വളരെ രസമാണ്. ആ സമയത്താണ് നമ്മുടെ അടൂർ ബാസിയും SP പിള്ള സാറും ഒക്കെ കാണിക്കുന്ന അവരുടെ ഒരു ചെറിയ കോമഡി രീതിയിലൊക്കെയാണ് കാണുന്നത്. അതിനിടയിൽ നമ്മുടെ സലീമിനെ കാണിക്കുന്നു, അതായത് പ്രേം നസീറിന്റെ കഥാപാത്രത്തെ കാണിക്കും. പ്രേം നസീർ ഒരു ഗുൽഹാർ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയോടുള്ള ഒരു പഞ്ചാരേടി ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് സലീമിന്റെ ആ ഒരു സ്വഭാവം എന്താണെന്നുള്ളതൊക്കെ ആ സമയത്ത് പറഞ്ഞു പോകും. അപ്പൊ അങ്ങനെ എനിക്ക് സേനാനായകന് തോന്നുകയാണ് അദ്ദേഹത്തിനെയും കൂടി നമ്മുടെ പടം നയിക്കാൻ വിടണം എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു തോന്നൽ വരുന്നു. അപ്പൊ അങ്ങനെ തന്നെ അക്ബർ അത് അനുവദിക്കുകയും ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഇവര് രണ്ടുപേരും അപ്പൊ ഇതിന്റെ ചുമതല കംപ്ലീറ്റ് പ്രേം നസീറിന് അക്ബർ കൊടുക്കണം. ഈ സേന പടം നയിക്കത്തിന്റെ എല്ലാ ചുമതലകളും പ്രേം നസീറിന് കൊടുക്കും. അപ്പൊ അങ്ങനെ അവര് പടം നയിച്ച് പോകുന്ന വഴിക്ക് ഒരു ടെന്റ് കെട്ടി താമസിക്കണം. അവർക്ക് അവർ യാത്രയിലാണല്ലോ. അപ്പൊ അവിടെ തന്നെ ഒരു പേർഷ്യയിൽ നിന്ന് മുഗൾ സാമ്രാജ്യത്തിലേക്ക് അഭയാർത്ഥിയായിട്ട് വരുന്ന ഒരു കൂട്ടം കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ നാദിറ എന്ന് പറയുന്ന പെൺകുട്ടിയൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ നാദിറ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. ആ പാട്ടിലെ പൂവൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശിപായിയുടെ വേഷത്തിൽ പ്രേം നസീർ അവിടെ എത്തുന്നുണ്ട്. അതൊക്കെ അപ്പൊ ഞാനൊരു ശിപായി ആണെന്നൊക്കെ പറയുന്നു. അപ്പൊ അവളോട് പ്രണയം വരിക, അവളോടുള്ള ഒരു സ്നേഹം ആ സമയത്ത് സലീമിന് വരികയാണ്. അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവര് തമ്മിൽ അടുക്കുന്നു. അപ്പൊ ഈ ഒരു രംഗവും, അപ്പൊ ഈ യുദ്ധത്തിനിടയിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രണയവും കൂടി ശ്രീധരൻ നായർ കണ്ടുപിടിക്കണം. നമ്മുടെ സേനാനായകൻ
മാൻസിംഗ് കാണുക. ഇതിനിടയിലും ഇത്രയും വലിയ പ്രണയമോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം പോകുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ തന്നെ നമ്മുടെ കൂടാരത്തിൽ നിന്ന് പറയുന്നു മറ്റേ അഫ്ഗാൻ സൈനികരുടെ നീക്കങ്ങളെല്ലാം തങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടൂർ ബാസിയെയും SP പിള്ള സാറിനെയും വേഷം മാറി ചെല്ലാൻ പറയുന്നുണ്ട്. അതില് അടൂർ ബാസി സ്ത്രീ വേഷം കെട്ടിയിട്ടാണ് പോകുന്നത്. അത് പെർഫെക്റ്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ അങ്ങനെ കാണാൻ. ഈ വേഷം കെട്ടുന്നതിനൊക്കെ മുമ്പ് തന്നെ ചാരപ്രവൃത്തിയിലേക്ക് ഇവര് പറഞ്ഞു വിടുമ്പോൾ ഇവര് 2 കുടമൊക്കെ എടുത്തിട്ട് ഇവര് നദിയിൽ കൂടെ അഫ്ഗാൻ സൈനികരുടെ അടുത്തേക്ക് പോകുന്നു. ആ അഫ്ഗാൻ സൈനികരില് ആലുമൂടനും കാര്യങ്ങളും. ഈ കുടത്തിനെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവര് 2 ആലുമൂടനും വേറൊരാളും ഒക്കെ ഈ വെള്ളത്തിലേക്ക് ചാടുന്നു. വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നൊക്കെ ഒരു രസമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവര് തിരിച്ച് പോരുകയും പിന്നീട് ഇവരൊരു സ്ത്രീ വേഷം കിട്ടുകയാണ്. അടൂർ ബാസിക്ക് ഒരു സ്ത്രീ വേഷം കിട്ടുന്നു. ഇയാളൊരു ഭർത്താവിന്റെ വേഷം, SP പിള്ള ഭർത്താവിന്റെ വേഷം കിട്ടുന്നു. അങ്ങനെ വരുന്നതിനിടയിൽ ഈ അഫ്ഗാൻ സൈനികരുടെ ഇടയിൽ അവർ പിടിക്കപ്പെടുമ്പോൾ അവർ പറയാണ് ഞങ്ങള് അവിടുന്ന് ഇങ്ങട് അഭയാർത്ഥികളായിട്ട് വന്ന മുഗൾ സാമ്രാജ്യത്തിൽ നിന്ന് ഇങ്ങട് ഞങ്ങൾ അഭയാർത്ഥികളായിട്ട് വന്നാണെന്ന് പറയുന്നു. അപ്പൊ അവിടുത്തെ നീ ഇവിടെ താമസിക്കൂ എന്നൊക്കെ പറഞ്ഞു. അതിനിടയിൽ ഒരു വലിയൊരു പെട്ടി ഉണ്ട്. ആ പെട്ടി അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ഓരോന്ന് അതിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ വെടിക്കോപ്പുകളാണ് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പൊട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ചതി മനസ്സിലാവുകയാണ്, അതായത് അഫ്ഗാൻ സൈനികർക്ക് ചതി മനസ്സിലാവണം. അപ്പൊ ഈ ആലുമൂടൻ അടക്കമുള്ള എല്ലാവരും കൂടിയിട്ട് ഇവരെ പിടിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ അതൊരു ചെറിയൊരു കോമഡി രംഗം പോലെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഈ എല്ലാവർക്കും കൂടി അവിടെ വരുന്ന സമയത്ത് പെട്ടി അവിടെ വെച്ചിട്ട് അവർ വെക്കുകയാണ്. അതൊക്കെ പൊട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഇതൊക്കെ ഒരു പൊട്ടിത്തെറിയാണ്. എല്ലാവരും മരിച്ചു പോവാണ് ആ സമയത്ത്. അടൂർ ബാസിയും SP പിള്ള സാറും അല്ല, മറ്റേ അഫ്ഗാൻ സൈനികർ. അപ്പൊ നമുക്കും ഇതിന്റെ ഒരു എന്തായാലും രാജാവിന് നമ്മളോട് ഭയങ്കര താല്പര്യമൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നു. അപ്പൊ ഇതിനിടയിൽ വേറൊരു സംഘം ആൾക്കാർ ഈ പടനീക്കത്തിനെതിരെ സ്ത്രീകളെ അടിച്ചു മാറ്റി കൊണ്ടുപോയി, അതായത് അടിമകളാക്കി വിൽക്കുക എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അങ്ങനെ ആ ഒരു പടനീക്കത്തിന്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് സ്ത്രീകൾ, അതിൽ KR വിജയുടെ ക്യാരക്ടറും പെടുകയാണ്. ലേലം വിളിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അപ്പൊ ഓരോരുത്തർക്കും 100ഉം 200ഉം ഒക്കെ ആയിട്ട് വേണ്ട. അതിൽ നമ്മുടെ അടൂർ ബാസിയുടെ ക്യാരക്ടറും പെട്ടിട്ടുണ്ട്, സ്ത്രീ ആയിട്ടുള്ള ക്യാരക്ടറും പെട്ടിട്ടുണ്ട്. അപ്പോ അടൂർ ബാസിയുടെ ക്യാരക്ടറിനെ നമ്മുടെ SP പിള്ള സാറ് 190 നാണയത്തിന്റെ ലേലം പിടിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഈ KR വിജയുടെ ക്യാരക്ടറിന് ലേലം വരുന്ന സമയത്ത് നമ്മുടെ സലീം വേഷം പ്രശ്നമായിട്ട് അവിടെ വരികയും 10,000 നാണയത്തിന് അവളെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യണം. അപ്പൊ ഇതിനിടയിൽ രാത്രി സലീമാണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഇവളായിട്ട് ഇങ്ങനെ ആലിംഗനം ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് KR വിജയുടെ ക്യാരക്ടർ പറയണം, അത് നാദിറ പറയണം അത് ചെയ്യരുത്, എനിക്കിങ്ങനെ ഒരു ശിപായിയുമായിട്ട് ആണെന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയണം ഞാൻ തന്നെ അടിവണ്ണേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് തമ്മിലൊരു രംഗം. അപ്പൊ അങ്ങനെ പുറത്ത് പോയിട്ട് അവരിങ്ങനെ നസീറിന്റെ മടിയിൽ ഈ KR വിജയ തലയാഴ്ച കിടക്കുന്ന സമയത്ത് കൊട്ടാരക്കര ശ്രീധരനായർ അവിടെ വരികയും പറയാണ് നമുക്ക് ഇപ്പൊ തന്നെ യുദ്ധത്തിന് പോകണം എന്ന് പറയുന്നു. അപ്പൊ ഇപ്പൊ തന്നെ യുദ്ധത്തിന് പോകും, നേരം പുലർന്നിട്ട് പോരെ എന്ന് നമ്മുടെ പ്രേംനസറിന്റെ ക്യാരക്ടർ ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയണം, മാൻസിംഗും പറയാണ് അത് പറ്റില്ല, നമുക്ക് കിട്ടിയ ചാരന്മാരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പൊ പോയാൽ നമുക്ക് നിഷ്പ്രയാസം ജയിച്ചു പോരാവുന്ന കേസേ ഉള്ളൂ. സലീമിന് ഒരു ചെറിയൊരു വിഷമൊക്കെ ഉണ്ട്, ഒറ്റയ്ക്ക് ഇങ്ങനെ കടത്തി പോകേണ്ടതെന്നൊക്കെ. എന്തായാലും അപ്പൊ ഒരു യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിനിടയിൽ സലീമിന് ഒരു മാരകമായിട്ട് പരിക്ക് പറ്റുകയും യുദ്ധത്തില് അക്ബറിന്റെ സൈന്യം വിജയിക്കുകയും ചെയ്യണം. അങ്ങനെ ഇദ്ദേഹത്തിനെ നേരെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് തന്റെ മോന് സ്ഥിര സുഖില്ല. അപ്പൊ വൈദ്യന്മാരൊക്കെ കൈയെഴുകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ നാദിറ തിരിച്ച് അവരുടെ വീട്ടിൽ എത്തുകയും അവിടുന്ന് തിരിച്ച് അവര് ഈ അക്ബറിന്റെ സാമ്രാജ്യത്തിലേക്ക് പോവുകയും ചെയ്യണം. അപ്പൊ അവിടെ ആ ഒരു പൂന്താട്ടത്തിൽ വെച്ചിട്ട് നാദിറ ഒരു പാട്ട് പാടുന്നുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും പ്രേംനസീർ പെട്ടെന്ന് കണ്ണൊക്കെ ഇങ്ങനെ ചലിക്കുന്നൊക്കെ കാണുമ്പോൾ ഈ വൈദ്യര് പറയുന്നുണ്ട് ആ പാട്ട് കേട്ടപ്പോ ദേഹമൊക്കെ ചലിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവരെ വിളിക്കാനായിട്ട് അക്ബർ ചക്രവർത്തി ഉത്തരവിടുക. അപ്പൊ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഉദ്യാനത്തിൽ നിൽക്കുന്ന ഈ അനാർക്കലി വിളിക്കാൻ തിക്കുറിശിയുടെ ക്യാരക്ടർ ആണ് ചെന്നിട്ട് വിളിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ വിളിച്ചിട്ട് കൊണ്ടുവരും. എന്നിട്ട് പറയണം നീ ഒന്ന് പാട്ട് പാടും എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അവള് പാട്ട് പാടുന്നതിന്റെ ഇടയിൽ പതുക്കെ കണ്ടുപോകണം. അപ്പൊ നാദിർ ഞെട്ടുകയാണ്. ഞാൻ സ്നേഹിച്ച പുരുഷൻ രാജകുമാരനാണ് എന്നറിയുമ്പോൾ അവള് ഞെട്ടുകയാണ്. കാരണം അവൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ഇതൊരു രാജകുമാരാണ്, ശിപായി എന്നുള്ള രീതിയിൽ തന്നെയാണ് അങ്ങനെ കണ്ണു തുറന്നു. അവർ തമ്മിലുള്ള ഒരു പ്രണയം അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിനിടയിൽ ചക്രവർത്തി അവർക്ക് ഒരു സദസ്സിൽ വെച്ചിട്ട് കാവ്യങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണല്ലോ നമ്മുടെ അക്ബർ ചക്രവർത്തി എന്ന് പറയും. അപ്പൊ ആ ചക്രവർത്തി ഇവളുടെ ആ ഒരു ഒന്ന് വർണ്ണിക്കുന്നുണ്ട്, അവളുടെ സൗന്ദര്യത്തിനൊന്ന് വർണ്ണിക്കുന്നുണ്ട്. ആ രംഗം ഇന്ദ്രനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു കഥയുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ അത് നല്ല രസമുള്ള ഒരു സംഭവമാണ്. ആ സീനൊക്കെ കാണിക്കുന്ന വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. നല്ലൊരു എഴുത്താണ് ആയിരുന്നു ആ ഒരു. അത് കഴിഞ്ഞിട്ട് നാദിറയെ അതായത് തന്റെ സദസ്സിലേക്ക് കൊണ്ടുവരികയും അവൾക്ക് അവിടെ നിങ്ങൾ ഇനി മുതൽ നാദിറ എന്നുള്ളതല്ല, അവർക്കൊരു പേർഷ്യന്റെ തന്നെ മാതളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതായത് അനാർക്കലി എന്നുള്ള ഒരു പേര് അവൾക്ക് കൊടുക്കുകയാണ്. നാദിറയ്ക്ക് ഇനി മുതൽ അനാർക്കലി എന്നറിയപ്പെടും. അത് മാത്രമല്ല കൊട്ടാര നർത്തകിയായിട്ടും അവൾക്ക് സ്ഥാനം കൊടുക്കുക. അപ്പൊ വളരെ സന്തോഷവാനായിരുന്നു. അതേപോലെ തന്നെ അക്ബർ ഇനി കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ കഥാപാത്രം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് കുറച്ചും കൂടി അതായത് സലീമിന് കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്തങ്ങൾ വരേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ശരി അപ്പൊ യുവരാജ പട്ടം
കൊടുക്കാം എന്ന് പറയാം. അപ്പോ അങ്ങനെ കൊടുക്കുന്നതിനിടയിൽ ഒരു നിബന്ധനകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു രജപുത്ര വനിതയെ തന്നെ സലീം വിവാഹം കഴിക്കണം എന്ന് അക്ബറിന് നിർബന്ധമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഐക്യമാണ് അക്ബർ ഏറ്റവും കൂടുതൽ ഊന്നി എന്ന് പറഞ്ഞത്. കാരണം ആ ഐക്യതയാണ് ഭാരതം എന്ന് പറഞ്ഞ ദേശം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു ഇതിൽ വരുമ്പോ സലീം യുവരാജായിട്ട് അക്ബർ വാഴിക്കുകയാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് രാജശ്രീയുടെ ക്യാരക്ടർ ഇവനോട് പ്രേംനസറിനോട് വീണ്ടും അടുക്കാൻ വേണ്ടി പറയുമ്പോൾ പ്രേംനസർ പറഞ്ഞു, ഞാൻ പണ്ട് പല പല പൂക്കൾ തേടിയൊക്കെ നടന്നിരുന്നു, പക്ഷെ ഇന്ന് യഥാർത്ഥ പ്രണയം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഇനി മുതൽ നീ എന്നെ ഇവിടെ കാണാൻ വരരുത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവളെ മാറ്റുമ്പോ അവൾക്കൊരു ഉള്ളില് പക വരും. ഇവള് പോയിട്ട് സത്യനോട്, അതായത് അക്ബറിനോട് പോയിട്ട് ഇവര് തമ്മിലുള്ള പ്രണയത്തിന്റെ കാര്യം പറയാൻ, ആര് തമ്മിലുള്ളത്, നമ്മുടെ അനാർക്കലിയും സലീമും തമ്മിലുള്ള കാര്യം പറയുമ്പോൾ അക്ബറിന് വളരെ ദേഷ്യം വരികയും ഇതിന് ഒരിക്കലും സമ്മതിക്കില്ല, പെട്ടെന്ന് തന്നെ മറ്റു വിവാഹം നടത്തണം എന്നുള്ള ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അക്ബർ എന്ന് പറഞ്ഞ ചക്രവർത്തിയുടെ വികാരവും അതേപോലെ തന്നെ ഒരു പിതാവും മകനും തമ്മിലുള്ള ഊഷ്മളമായിട്ടുള്ള ബന്ധവും ആ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. പിതാവ്, മകൻ, അമ്മ എന്നുള്ള ആ ഒരു ഫീലിങ്സോട് കൂടിയാണ് പിന്നീടുള്ള രംഗങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ആ ഒരു വാശി മൂത്തുമൂത്ത്, ഈ അച്ഛനും മോനും തമ്മിലുള്ള വാശി മൂത്തുമൂത്ത് അവസാനം അതൊരു കലാപത്തിലേക്ക് എത്തിപ്പുറപ്പെടുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഈ രാജശ്രീ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അനാർക്കലിയെ ചതിക്കാൻ വേണ്ടിയിട്ട് അവൾ കുടിക്കുന്ന സർബത്തിൽ ഒരു മയക്കുമരുന്ന് ചേർത്തി കൊടുക്കുന്നുണ്ട്. ഈ മയക്കുമരുന്ന് ചേർത്തി കൊടുത്തപ്പോൾ രാജകൊട്ടാരത്തിൽ നിന്ന് അതായത് നൃത്തം ചെയ്യാൻ വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു ഫിറ്റ് ആവുന്ന ഒരു രീതിയൊക്കെ ഇല്ലേ, ആ ഒരു രീതിയിലൊക്കെയാണ് അവള് നൃത്തം ചെയ്തത്. അപ്പൊ അതില് പെട്ടെന്ന് ചക്രവർത്തിക്ക് ദേഷ്യം വരികയും ഇവളെ പിടിച്ച് തുറങ്കലിലടക്കുകയും ചെയ്യാം. ഈ തുറങ്കലിലടയ്ക്കുമ്പോൾ അവളെ പുറത്തിറക്കണമെന്ന് പ്രേംനസീർ, അതായത് സലീം പറയുന്നുണ്ടെങ്കിലും അതിന് അവര് വഴങ്ങുന്നില്ല. അതേപോലെ തന്നെ അനാർക്കലിയുടെ അടുത്ത് അക്ബർ നേരത്തെ സത്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്, ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് സലീമിനെ കാണില്ല എന്നും അങ്ങനെയുള്ള ഒരു 1-2 സത്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയുന്ന സലീമിന് വളരെ ദേഷ്യം വരികയും തന്റെ പിതാവിനോട് തന്നെ അദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്നും സൈന്യത്തെ സ്വരൂപിച്ച് കലാപം നടത്താൻ തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ രോഷാകുലനായിട്ടുള്ള അക്ബർ പെട്ടെന്ന് തന്നെ ഒരു അനാർക്കലിയെ വധിക്കാൻ പറഞ്ഞിട്ട് ഉത്തരവുണ്ട്. അതിനു മുമ്പ് തന്നെ തിക്കുറിശിയുടെ കഥാപാത്രത്തിനെ പ്രേംനസീർ അതായത് എന്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ വധിക്കാൻ വേണ്ടി ചെല്ലുന്ന ആ ആരാച്ചാരെ കത്തിയെറിഞ്ഞ് കൊന്ന് തിക്കുറിശി അനാർക്കലിയെ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ മകൻ പടക്കളത്തിൽ നിൽക്കുകയാണ്. അപ്പോ അതേ സമയത്ത് തന്നെ അച്ഛൻ, അതായത് അക്ബർ ചെന്നിട്ട് ജോധയോട് പറയാണ്, എന്നെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞേക്കൂ എന്ന് ചോദിക്കുമ്പോൾ അംബികയുടെ കുറച്ച് പെർഫോമൻസ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധത്തിന് പറഞ്ഞേക്കേണ്ടത്, ആരുടെ പക്ഷം ചേരാൻ പറഞ്ഞു, എന്റെ മകൻ, ഭർത്താവ് എന്നുള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതൊക്കെ വളരെയധികം നല്ല രസത്തിൽ തന്നെ ആ സമയത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് എങ്കിലും സത്യൻ പറയുന്നുണ്ട്, അതായത് അക്ബർ പറയാണ്, പണ്ട് ഈ സ്ഥലത്ത് വാളുകൊണ്ട് കൈമുറിച്ചിട്ട് രക്തം, അതായത് തിലകം തൊടിയിപ്പിക്കുന്ന ചില ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ശരി ഇത് ഞാൻ തന്നെ ചെയ്തോളാം അല്ലെന്ന് പറയുന്ന സമയത്ത് അത് വേണ്ട എന്നും പറഞ്ഞിട്ട് ഇവള് തന്നെ സ്വയം തിലകം ചാർത്തിയിട്ട് വിജയിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ആ രംഗമൊക്കെ നമുക്ക് ശരിക്കും മനസ്സിൽ തട്ടുന്ന രംഗങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ അതിനു മുമ്പ് ഒരു സീനുണ്ട്, പ്രേംനസറും സത്യനും തമ്മിലുള്ള സീനുണ്ട്, അച്ഛനും മകനും തമ്മിലുള്ള രംഗം പോലെ. ആ സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും വാശിയൊക്കെ കാണിക്കുന്നു. സത്യൻ ഒരിക്കലും ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ താല്പര്യമല്ല, പ്രേംനസീറിനും അങ്ങനെയല്ല. അങ്ങനെ അതിനുശേഷം ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. കലാപത്തിൽ പ്രേംനസീർ തോൽക്കുന്നു, അക്ബർ ജയിച്ചു നിൽക്കണം. അപ്പൊ അങ്ങനെ കയ്യാമൊക്കെ വെച്ചിട്ട് അനാർക്കലിയെയും സലീമിനെയും കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പൊ കുറ്റപത്രം വായിക്കാനായിട്ട് നമ്മുടെ മാൻസിംഗിനോട് പറയാണ്. അപ്പൊ മാൻസിംഗ് കുറ്റപത്രം വായിക്കുന്നു. ഇതിൽ എന്തെങ്കിലും പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും കുറ്റവാളികൾക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് സലീം പറയുന്നുണ്ട്, ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ പ്രണയിക്കുക മാത്രമാണ് ചെയ്തത്, അത് നിസ്വാർത്ഥമായിട്ട് ഞാൻ പ്രണയിക്കുക മാത്രമാണ്, എന്റെ പ്രണയം അത്രയേറെ വിലപ്പെട്ടതാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചതിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചക്രവർത്തിയോടും വിജയ പറയുന്നുണ്ട്, രാജ്യത്തിനെതിരെ ഞങ്ങൾ യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ആ ഒരു വാശി നിലനിൽക്കുന്നുണ്ട്. നസീറിന്റെ ക്യാരക്ടറിനും സത്യന്റെ ക്യാരക്ടറിനും ആ വാശി നിലനിർത്തിക്കൊണ്ട് അക്ബർ ഉത്തരവിടുകയാണ്, രണ്ടുപേരെയും വധിക്കാൻ ഉത്തരവിടുകയാണ്. ആ വധിക്കുന്ന സമയത്ത് തന്നെ ആ സദസ് മുഴുവൻ ഒരിക്കലും, അതായത് മുഗൾ വംശത്തിന് ഇനി നാഥനില്ലാണ്ടാവുകയാണോ എന്നുള്ള ഒരു തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പല സമയത്തും ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആകെ ഒരു ഫീലിംഗ് ആണ്. പിന്നെ അപ്പൊ അങ്ങനെ ആ വധിക്കപ്പെടുന്ന ദിവസം വന്നെത്തി. ആ മരിക്കുമ്പോഴത്തേക്കും അനാർക്കലിയും നമ്മുടെ സലീമും തമ്മിലുള്ള ചില രംഗങ്ങളുണ്ട്. നമുക്ക് മരണത്തിലെങ്കിലും ഒന്നിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള രംഗങ്ങളുണ്ട്. അതായത് ഇവളെ ജീവനോടെ തന്നെ എന്താ പറയാ കെട്ടി മൂടണം എന്നൊക്കെയാണ് കേട്ടോ അതിൽ വിധി വരുന്നതൊക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ സലീമിനെ വധിക്കാനായിട്ട് സലീം നടന്നു ചെല്ലുമ്പോ പെട്ടെന്ന് സലീം പറയുന്നുണ്ട്, അയാൾക്കിങ്ങനെ പിന്നിലിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടാവുമല്ലോ, നമ്മുടെ ചങ്ങലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ സലീം പറയുന്നുണ്ട്, മരണത്തിന്റെ മുന്നിലേക്ക് നടന്നു പോകാനൊന്നും എനിക്ക് യാതൊരു മാറി നിൽക്കാൻ കിടന്ന് പറഞ്ഞിട്ട് 2 ശിപായിമാരെ ഉന്തി മാറ്റി കയറുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് മോനെ എന്ന് വിളിച്ചുകൊണ്ട് ആ അമ്മ വന്നിട്ട് കാലിൽ പിടിക്കുമ്പോൾ സലീം എണീറ്റ് എന്ന് പറയുന്നുണ്ട്, അമ്മ
ഇങ്ങനെ കരയരുത്, തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ഞാൻ ഒരിക്കലും മാപ്പ് പറയാൻ തയ്യാറില്ല. അതായത് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാനൊക്കെ പറയുന്നുണ്ടല്ലോ. തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ഞാൻ മാപ്പ് പറയില്ല. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തതിന് സമമാവും. അത് മാത്രമല്ല, എന്റെ അച്ഛനായിട്ടുള്ള അക്ബറിന് പോലും അത് മാനക്കേട്, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്നും പറഞ്ഞിട്ട് അമ്മയോട് പറയണം. അമ്മ ഒരു ധീര രജപുത്ര വനിത എന്നുള്ള രീതിയിൽ തന്നെ എന്നെ മരിക്കാനാണെന്നുണ്ടെങ്കിൽ ആ ധീരതയോടെ പറഞ്ഞു വിടണം എന്നുള്ള പറയുന്നത്. ആ ഒരു പറയുമ്പോൾ പ്രേംനസീറിന്റെ ആ ഒരു പവർ അവിടെ കാണിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ അമ്മ അവനെ അങ്ങനെ നീ ഈ മണ്ണിൽ ജനിച്ച് നീ ഈ മണ്ണിൽ തന്നെ നീ അലിഞ്ഞു തീരണം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ കഴുത്ത് വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന സമയത്ത് അക്ബർ അവിടെ നിന്ന് ഞാൻ അവന്റെ തലയിറക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തലയിറക്കും എന്ന് പറയുമ്പോൾ ഇങ്ങനെ തല വെട്ടാൻ വേണ്ടി നിൽക്കുന്ന ആൾക്ക് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അക്ബർ ഇങ്ങനെ അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആള് തല കുമ്പിട്ട് നിൽക്കും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മാൻസിംഗ് ഉണ്ട്, ഉത്തരവ് നടപ്പാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറ്റുന്നില്ല അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ എന്റെ സൈന്യാധിപനാണെന്ന് പറയും. അപ്പൊ ഉടനടി തന്നെ അദ്ദേഹത്തിന്റെ വാൾ ഊരിട്ട് നേരെ അക്ബറിന്റെ കാൽക്കീഴിൽ വെക്കണം. ആ കാൽക്കീഴിൽ അതായത് രാജിവെച്ചു, എനിക്ക് സൈന്യാധിപത്യ പട്ടം വേണ്ട, എനിക്ക് രാജകുമാരനെ കൊല്ലാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് വാൾ അവിടെ തന്നെ വെച്ചു. അപ്പൊ തന്നെ അവിടെയുള്ള പടയാളികളും എല്ലാവരും വെച്ചു. അപ്പൊ അക്ബർ പറയുന്നുണ്ട് എന്റെ ആജ്ഞ ഇവിടെ ആരും അനുസരിക്കുന്നില്ല, ഇന്നെങ്കിൽ ഞാൻ തന്നെ വധിക്കാം എന്നും പറഞ്ഞിട്ട് ആ ആരാച്ചാരുടെ കയ്യിൽ നിന്ന് ആ ഒരു വാള് മേടിച്ചിട്ട് തല വെട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വെട്ടാൻ പറ്റാണ്ട് അങ്ങനെ കണ്ണിന്നൊക്കെ ഇങ്ങനെ ഒരു കണ്ണീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാണുമ്പോൾ പ്രേംനസീർ പറയുന്നുണ്ട് അങ്ങയുടെ കൽപ്പന നടപ്പാക്കും, ഒരുപാട് ആലോചിച്ചെന്നാൽ അതിനൊന്നും അതിന് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ വീണ്ടും വാള് താഴെ വെച്ചിട്ട് വളരെ വിഷണ്ണനായി തിരിച്ച് നടന്നു പോവാണ്. അപ്പൊ താൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ പ്രേംനസീർ പെട്ടെന്ന് സലിം അവിടുന്ന് പെട്ടെന്ന് ഇങ്ങനെ അവിടുന്ന് ചാടിക്കണം. അപ്പൊ ചെറിയൊരു പാട്ടോട് ഇങ്ങനെ കെയർ വിജയനെ ഇങ്ങനെ കാണിക്കുന്നത്, അതായത് അവളെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണം. അപ്പൊ ഇങ്ങനെ ഇഷ്ടിക വെച്ച് കെട്ടി മൂടി വരികയാണ്. അങ്ങനെ എല്ലാം മൂടല് കഴിഞ്ഞു. അപ്പൊ പെട്ടെന്ന് സലിം അവിടെ എത്തുകയാണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു. അത് ആ സമാധിയായി. അവള് ശരിക്കും പറഞ്ഞ കെയർ വിജയുടെ ക്യാരക്ടറിനെ കല്ല് കെട്ടി ജീവനോടെ തന്നെ അതിന്റെ മുകളിൽ, അങ്ങനെയാണ് സിനിമയിൽ കാണിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. എന്നാൽ ആ സമയത്ത് പ്രേംനസീർ അവിടെ വന്ന് ആ ഒരു ഇഷ്ടിക വെച്ച് കെട്ടിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന്റെ അവിടെ തലയിടിച്ച് തല കൊണ്ട് ഇങ്ങനെ തട്ടി ഇങ്ങനെ വീണിങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിനിമ അവസാനിക്കുകയാണ്. ഇതാണ് 1966 പുറത്തിറങ്ങിയ അനാർക്കലി എന്ന് പറയുന്ന ഒരു സിനിമ. 2 മണിക്കൂറിനും ഏതാനും ചില മിനിറ്റുകൾ മാത്രമാണ് സിനിമ ഉള്ളത്. യൂട്യൂബിൽ നിന്നാണ് ഞാൻ ഈ സിനിമ കണ്ടത്. യൂട്യൂബില് സൗണ്ട് ക്ലാരിറ്റി വളരെ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഇയർഫോൺ വെച്ചിട്ടാണ് കണ്ടത്. പിക്ചറൊന്നും കുഴപ്പമില്ല, ബ്ലാക്ക്. അപ്പൊ നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇയർഫോൺ വെച്ചിട്ട് തന്നെ കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. പിന്നെ നമ്മുടെ യേശുദാസ് ഇതിൽ പാടി അഭിനയിച്ച ചിത്രമാണ്. എന്താ പറയുക, നമുക്ക് നല്ലൊരു ഫീലാണ് പടം. ആ ഒരു അതിശക്തമായിട്ടുള്ള പ്രണയത്തിന്റെയും അതിലുപരി അക്ബറായിട്ടുള്ള സത്യൻ സാറിന്റെ ആ ഒരു പ്രകടനം സത്യമായിരുന്നു. എല്ലാവരും ഒന്നിനൊന്നും മെച്ചപ്പെട്ടുള്ള ഒരു ഗംഭീര പ്രകടനമായിരുന്നു. ഈ സിനിമ മലയാളത്തിൽ ഹിറ്റായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിനു മുമ്പ് 53-ലും 60-ലും ഒക്കെ ബോളിവുഡിൽ ഇറങ്ങിയിട്ട് അതിഗംഭീരമായിട്ടുള്ള ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഇത്. ഈ സിനിമ ആരുടെ വീക്ഷണത്തിലാണ് എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. കാരണം 53-ൽ ഇറങ്ങിയ സിനിമ നാദിറയുടെ, അതായത് അനാർക്കലിയുടെ വീക്ഷണത്തിൽ നിന്നും 60-ൽ ഇറങ്ങിയ സിനിമ അക്ബറിന്റെ വീക്ഷണത്തിൽ നിന്നും ഒക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഞാൻ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ ഈ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തത്. എത്രത്തോളം ശരിയാണ് എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ ആ സിനിമകൾ അതിഗംഭീരമായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത്. 1966-ൽ ഇറങ്ങിയ നമ്മുടെ ഈ അനാർക്കലിയും ഹിറ്റ് തന്നെയായിരുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കിയിട്ടത്. കാരണം അതിൽ വന്ന കമന്റുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കതറിയാം. വളരെ സുന്ദരമായിട്ടുള്ള, നല്ല രസമുള്ള, നല്ല പാട്ടുകളുള്ള, നമ്മുടെ ഇന്നത്തെ ഭാഷ നല്ലൊരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതിനേക്കാളും പറയാൻ ഏറ്റവും കൂടുതൽ ഇവരുടെ രണ്ടുപേരുടെയും പ്രണയം. എനിക്ക് തോന്നുന്നു ഈ സിനിമ ആരുടെയും വീക്ഷണമല്ല, ഇവരുടെ രണ്ടുപേരുടെയും ആ പ്രണയത്തിന്റെ തീവ്രതയാണ് ഈ സിനിമ കാണിച്ചെന്ന് തോന്നുന്നുണ്ട്. എനിവേ, എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹിറ്റാണോ അല്ലയോ എന്നറിയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. പറ്റുമെങ്കിൽ ഒന്ന് ഫോളോയും കൂടി ഒന്ന് ചെയ്തേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.